ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് റെഡ്മി 10 പ്രൈമിൻ്റെ ഒരു അടിപൊളി കിടിലം സെറ്റ് തന്നെയാണ്. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റ് തന്നെയാണ്. ഇതിൽ അത്രയും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറ്റിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ റെഡ്മി 10 പ്രൈമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 10 പ്രൈം വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് തന്നെയാണ്. ഇതിന് മുമ്പ് വന്നിരുന്ന 9 പ്രൈം ആയിരുന്നെങ്കിൽ മാർക്കറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ നടത്തിയ സെറ്റ് തന്നെയായിരുന്നു. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന 10 പ്രൈമിലും ഒരുപാട് ഫീച്ചേഴ്സുകൾ അവർ പഴയതിനേക്കാളും മെച്ചപ്പെടുത്തിയിട്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ അവർ കൊടുത്തിരിക്കുന്നത് 6.5 ഇഞ്ച് 90 ഹെർട്സ് ഫുൾ HD പ്ലസ് അഡാപ്റ്റീവ് സിംഗ് ഡോട്ട് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 50 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് മീഡിയ ടെക്കിൻ്റെ ഹേലിയ G88 12nm ചിപ്പുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി അവർ കൊടുത്തിരിക്കുന്നത് 6000 mAh ബാറ്ററിയാണ്. ബാറ്ററി നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോൺ അൺബോക്സ് ചെയ്ത് അതിലെന്തൊക്കെയാണ് വന്നിരിക്കുന്നതും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഉള്ളിൽ ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ അൺബോക്സ് ചെയ്ത് തന്നെ നമുക്ക് കാണാം ചെറിയൊരു സ്മോൾ ബോക്സ് ഉണ്ടാകും. അതിൽ ബോക്സിൽ അവർ വന്നിരിക്കുന്നത് സിം ഇജക്ടർ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു കവറും അവർ അതിൽ ഉള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. കവറിൻ്റെ കൂടെ ജസ്റ്റ് ഒരു കാറ്റലോഗ്, ജസ്റ്റ് മാനുവലായിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ പേപ്പേഴ്സ് മാത്രം. ക്ലിയർ കവറാണ് കൊടുത്തിരിക്കുന്നത്. സാധാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധാ മോഡൽ കവർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ വരുന്നത് ടൈപ്പ് സി ആയിട്ടുള്ള കേബിൾ അവർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി കേബിളാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററും അവരതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചാർജർ തന്നെയാണ്. അതായത് 6000 ബാറ്ററി, അത്യാവശ്യം വലിയ ബാറ്ററി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മോഡൽ അവർ കൊടുത്തിരിക്കുന്ന 3 കളേഴ്സാണ്. വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാം സാധാ ബ്ലൂ അല്ല, കുറച്ചും കൂടി ഷൈനി ആയിട്ടുള്ള നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെയുണ്ട് ആ ബ്ലൂ കളറിൽ കാണുമ്പോൾ തന്നെ. കുറച്ച് ഫാൻസി ടൈപ്പ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് നല്ല അടിപൊളി കളർ തന്നെയാണ്. ഇതിൻ്റെ ഫോണിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലാണ് അവർ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ വോളിയം ബട്ടൺസും പിന്നെ സ്വിച്ചസും അവിടെ വൺ സൈഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റും ബട്ടൻ്റെ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിലാണ് വോയിസ് ക്യാൻസലേഷൻ മൈക്ക്, സെൻസർ, സ്പീക്കർ, പിന്നെ അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും ടോപ്പിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ് നമ്മുടെ സിം ജാക്ക് അവർ കൊടുത്തിരിക്കുന്നത്. സിം ജാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ സിമ്മും മെമ്മറി കാർഡും എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ തിക്നെസ് ലേശം കുറച്ച് കൂടുതലുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ബാറ്ററി വരുന്നത് 6000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു രീതിയിലുള്ള തിക്നെസ് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ താഴെയാണ് മൈക്ക്, അതേപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ് പോർട്ട്, സ്പീക്കർ, ഇങ്ങനെയുള്ളതെല്ലാം താഴെയും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടലി ലുക്ക് പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ലുക്ക് തന്നെയാണ്. അതിൻ്റെ ക്യാമറ ആയാലും എല്ലാം ആയാലും അടിപൊളിയായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. ക്യാമറ ഇതിൽ വന്നിരിക്കുന്നത് 4 ക്യാമറയാണ്. 4 ക്യാമറ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സലും, സെക്കൻഡറി 8 മെഗാപിക്സലും, പിന്നെ വരുന്നത് 2 മെഗാപിക്സലും 2 മെഗാപിക്സലും, അങ്ങനെ ടോട്ടൽ 4 ക്യാമറാസാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ പഞ്ചോൾ ക്യാമറയാണ് ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡിസൈനിൽ തന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല ഓപ്പണായിട്ട് പറയാനുണ്ട്, നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിനി ഓപ്പൺ ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി അതൊക്കെ നമുക്കൊന്നിനി ഓപ്പൺ ചെയ്ത് അതിൻ്റെ വിശദങ്ങളൊക്കെ എടുക്കാം. സെറ്റിൻ്റെ ഡിസ്പ്ലേ LCD ആണെങ്കിൽ പോലും അതിൻ്റെ എന്താ പറയുക, നല്ല സ്മൂത്തായിട്ടുള്ള OLED ഡിസ്പ്ലേ ടച്ച് ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത്രയും നല്ല സ്മൂത്തായിട്ടുള്ള ടച്ച് തന്നെയാണ്, നല്ല ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേയും ടോട്ടൽ ലെങ്തി ടൈപ്പുള്ള ഡിസ്പ്ലേയും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഇതിന് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയാലും എല്ലാം ജസ്റ്റ് എന്താ പറയുക, ഒരു നല്ലൊരു ചേഞ്ചസ് തന്നെ നമുക്ക് കാണാം. നല്ല പുതിയൊരു അപ്ഡേറ്റഡ് വെർഷനിൽ തന്നെ നല്ല അടിപൊളി നല്ലൊരു സ്റ്റൈലായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു രീതിയിൽ തന്നെ അവർ പുതിയൊരു മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെമ്മറി വരുന്നത് 6GB RAM 128GB ആണ്. അതേപോലെ തന്നെ ഇതിൽ പുതിയ അപ്ഡേറ്റഡ് വെർഷൻ ആൻഡ്രോയിഡ് 11 കൂടിയാണ് ഇത് OS ആയിട്ട് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മെമ്മറീസ് വരുന്നത് 2 ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. 4GB 64-ലും പിന്നെ 6GB 128-ഉം. അങ്ങനെ 2 തരം മോഡലാണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത്. മുമ്പ് വന്നിരുന്ന Redmi 9 Primeലായിരുന്നെങ്കിൽ നമുക്ക് 6 128, 4 128, 4 64 അങ്ങനെ 3 വേരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റികളുണ്ട്. എന്നാലും 50 മെഗാപിക്സലിൻ്റെ ക്ലാരിറ്റി നമുക്ക് കാണാനില്ല. എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് തന്നെയാണിത്. അതിനനുസരിച്ചുള്ള ക്യാമറ നമുക്കിതിൽ ഒരു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ടോട്ടലായിട്ട് പറയാനുണ്ട്, സെറ്റ് എന്തുകൊണ്ടും നല്ലൊരു ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റിൽ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു സെറ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു പ്രൈസിന് അവർ ഇതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും അവരിതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിൽ ഇന്ത്യൻ പ്രൈസ് വരുന്നത് MRP റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 17K ആണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും 12K to 13K ഉള്ളിൽ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഇതിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക.